വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ സ്കൂളിൻ്റെ ചെയർമാൻ എം അബ്ദുൽ സമദ്, ട്രസ്റ്റ് സെക്രട്ടറി KM സക്കീർ, ബഹുമാന്യനായ അതിഥിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ സഹീൽ മുഹമ്മദ്, എൻ്റെ സുഹൃത്ത് അജ്മൽ, വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളും സദസ്സിലിരിക്കുന്ന ബഹുമാന്യർക്കും എൻ്റെ നമസ്കാരം. അജ്മൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്കൂളിൻ്റെ ഇനോഗ്രേഷന് വരണം, 2 വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കൂളിൻ്റെ ഇനോഗ്രേഷന് വരുന്നതും. ഞാനൊരു പ്രാസംഗികനൊന്നുമല്ല. സാധാരണ ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നത് മുഴുവൻ ഡോക്ടർമാരാണ്. ആദ്യമായിട്ടാണ് കുട്ടികളുടെ അടുത്ത്, കുട്ടികളുടെ മാതാപിതാക്കളുടെ അടുത്തും ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയണം, കാരണം അത്ര നല്ല പ്രാസംഗികനല്ല. പക്ഷെ ഞാനൊരു കഥ പറയാം നിങ്ങളുടെ അടുത്ത്. കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, മുതിർന്നവർക്ക് വേണ്ടിയല്ല. ഞാനൊരു കഥ പറയാം, ഞാൻ എന്ന ഒരു കുട്ടിയുടെ കഥ. ഞാൻ പഠിച്ചത് അന്ന്, അതായത് ഏകദേശം 55 കൊല്ലം മുമ്പ് കേരളത്തിൽ തന്നെ ഒരു സ്കൂളിലായിരുന്നു. അന്ന് ആ സ്കൂള് വളരെയധികം ഫെസിലിറ്റീസ് ഉള്ളൊരു സ്കൂളായിരുന്നു. അതായത് അന്ന് ഹെഡ് മിസ്റ്റേഴ്സിന് എല്ലാ ക്ലാസ് റൂമിലും മൈക്ക് വെച്ചിട്ട് എല്ലാ ക്ലാസ് റൂമിലും നടക്കുന്നത് എന്താണെന്ന് കേൾക്കാം. എല്ലാ സ്റ്റുഡൻസിനും മൈക്ക് ഉണ്ടായിരുന്നു. ആ രീതിയിൽ ഫെസിലിറ്റി, എല്ലാ കാര്യങ്ങളും കളിക്കാനുള്ള ഫെസിലിറ്റീസ്, എല്ലാ ഗെയിംസും ഒക്കെ ഉള്ള ഫെസിലിറ്റീസ്. അപ്പം ആ സ്കൂളിൽ അന്ന് ഒരു ജോസ് സാർ ഉണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ചിരുന്നത്. ഈ ജോസ് സാറ് വിഷയമൊന്നും അല്ലായിരുന്നു എന്നെ പഠിപ്പിച്ചിരുന്നത്. ജോസ് സാറ് നന്നായിട്ട് പടം വരയ്ക്കും. അപ്പോൾ ജോസ് സാർ എന്നെ പെയിൻറ്റിങ് പഠിപ്പിച്ചു. ഈ പെയിൻറ്റിങ് പഠിപ്പിച്ച അന്ന് ഞാൻ സ്റ്റേറ്റ് ലെവലിൽ അംഗീകാരമൊക്കെ കിട്ടി. ഞാൻ പെയിൻറ്റിങ് എക്സിബിഷൻസ് നടത്തുമായിരുന്നു. അപ്പോൾ ഒരു കലാകാരനാവാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ പിന്നീട് അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. ഈ ജോസ് സാറ് പെയിൻറ്റിങ് മാത്രമല്ല, അന്ന് PT സ്റ്റാറും കൂടിയായിരുന്നു. അപ്പോൾ ഈ ജോസ് സാർ എന്നെ അത്ലറ്റിക്സിലേക്ക് കൊണ്ടുവന്നു. അന്ന് എൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നത് ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, പിന്നെ ഹൈ ജമ്പ്, ഇതൊക്കെയായിരുന്നു ഐറ്റംസ്. അന്ന് ഞാൻ ജാവലിൻ ത്രോയിൽ ഏകദേശം 5 വർഷത്തോളം സ്റ്റേറ്റ് റെക്കോർഡ് ഹോൾഡറായിരുന്നു. അതുകൂടാതെ, അല്ല, ഇത് ജോസാറിൻ്റെ മിടുക്കാണ്, എൻ്റെ മിടുക്കായിട്ട് എടുക്കണ്ട. അത് കഴിഞ്ഞ് ജോസാർ എന്നെ കരാട്ടെ പഠിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഏകദേശം 4ാം ക്ലാസ്സിലാണ് കരാട്ടെ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഇന്ത്യയിൽ കരാട്ടെ വന്നിട്ടേ ഉള്ളൂ, അതായത് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. അധികം പേർക്കൊന്നും ഈ കരാട്ടെ എന്താണെന്ന് അറിയില്ല. അന്ന് ഒക്കിനാവൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ്, ജപ്പാനിലെ ഒക്കിനാവൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ടീച്ചിങ് കോഴ്സാണ്. അങ്ങനെ കരാട്ടെ പഠിച്ചു. 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ 10 ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡേഴ്സിൽ ഒരാളായി ഞാൻ. അത് കഴിഞ്ഞിട്ട് MBBS പഠിക്കുമ്പോൾ അന്ന് സൗത്ത് ഇന്ത്യയിലെ ഈ ഒക്കിനാവൻ യൂണിവേഴ്സിറ്റി എക്സാമിനറായിട്ട് ഒരു പോസ്റ്റും കിട്ടി. അന്ന് ഞാൻ പിള്ളേരെ കരാട്ടെ പഠിപ്പിക്കുമായിരുന്നു, MBBS പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ജോസ് സാറ് നാടകം എഴുതുമായിരുന്നു. അപ്പോൾ ഈ ജോസ് സാർ എന്നെ നാടകം അഭിനയിക്കാൻ വിളിച്ചു. ഞാനപ്പോൾ അന്ന് പ്രൊഫഷണലായിട്ട് ഈ നാടക ട്രൂപ്പുകളുടെ കൂടെ പോകുമായിരുന്നു. അങ്ങനെ അന്ന് സ്റ്റേറ്റ് ലെവലിൽ അംഗീകാരം, ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. ആ രീതിയിൽ പോയി. അപ്പോൾ എൻ്റെ ഉമ്മ ചോദിക്കുമായിരുന്നു, അതായത് ഞങ്ങൾ പഠിച്ചിരുന്ന ഒരു ഫാക്ടറി സ്കൂളിലാണ്, ഒരു ഫാക്ടറിക്കകത്ത് ഒരു കോമ്പൗണ്ട്, നല്ല രസകരമായിട്ടുള്ളൊരു കോമ്പൗണ്ട്. ഉപ്പമാരൊക്കെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. ഉമ്മമാരെല്ലാവരും അടുത്തടുത്ത് പരിചയമുള്ള ആൾക്കാർ കാണും. അപ്പം നമ്മൾ എന്ത് കുരുത്തക്കേട് ചെയ്താലും അപ്പം ഫാക്ടറിയിലെത്തും, അപ്പം ഉപ്പാടത്തെത്തും. അതുപോലെ തന്നെ കുരുത്തക്കേട് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടിയാലും ഉപ്പാടത്തെത്തും. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഓരോ പ്രൈസ് കിട്ടുമ്പോഴൊക്കെ ഉപ്പാക്ക് ഭയങ്കര ഗമയാണ്. അപ്പം അതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഉമ്മ ചോദിക്കായിരുന്നു, നീ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ എവിടെ സമയം? പക്ഷെ അത്യാവശ്യം നന്നായിട്ട് ഞാൻ പഠിക്കുമായിരുന്നു. അങ്ങനെയാണ് അവസാനം ഒരു ഡോക്ടറായി.
അപ്പൊ എല്ലാവരും ആലോചിക്കുമായിരുന്നു, ഈ ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ ഈ പെയിന്റിങ്, കരാട്ടെ, പിന്നെ അത്ലറ്റിക്സ്, ഇതിലൊക്കെ എന്താണ് ഈ ഡോക്ടറായിട്ടുള്ള ഗുണമെന്ന് ആലോചിക്കരുത്. പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സ്കൂളിൽ ഇപ്പം പഠിക്കുന്ന 90% കാര്യങ്ങൾ, അതായത് പഠനം എന്ന് പറയുന്നത്, ബുക്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ഉപകരിക്കാറില്ല. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പം അന്ന് പ്രസിഡന്റ് വി ഗിരിയാണെന്ന് പഠിച്ചിരുന്നു. അന്ന് ഇന്ത്യൻ പ്രസിഡന്റ് വി ഗിരിയായിരുന്നു, ഏകദേശം 40 കൊല്ലം മുമ്പ്. പക്ഷെ അതിപ്പം നമ്മൾക്ക് എന്തോരം ഉപകാരം ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ടീച്ചേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊരു കാരണമുണ്ട്. അതായത് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളാക്കുന്നത് ഈ സ്കൂളിലെ പഠനമാണ്. അല്ലാതെ നിങ്ങളിപ്പോൾ MBBS പഠിക്കുമ്പോൾ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്, ശരിയാണ്. അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളാക്കുന്നത് ഈ സ്കൂളുകൾ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ഏത് രീതിയിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് വെച്ചിട്ടാണ് നിങ്ങളാക്കി മാറ്റുന്നത്. അതായത് നിങ്ങൾക്കൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യണം. ഞാൻ ഗൈനക്കോളജിസ്റ്റാണല്ലോ. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം, ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടിയുടെ അവയവങ്ങൾ ഫോം ചെയ്യുമ്പോഴാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ അവയവങ്ങൾ ഫോം ചെയ്യുന്ന സമയത്തുള്ള ഒരു ഇൻസൾട്ട്, ഒരു മരുന്ന് കൊടുക്കുക, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് ജീവിതകാലം മുഴുവൻ ഒരു പ്രശ്നമായിട്ടിരിക്കും. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ക്യാരക്ടറും നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഒരു ചെറിയ ഉപദേശം എന്താണെന്ന് വെച്ചാൽ, ഈ വല്ലാതെ പഠിപ്പിച്ചിട്ടാവരുത്. എല്ലാവർക്കും സന്തോഷമായോ? അല്ല, സന്തോഷമാണ്ട. അതിനേക്കാളും ബുദ്ധിമുട്ടുള്ളതാണ് ഈ പഠിക്കുന്നതിൻ്റെ കൂടെ ബാക്കി പല കാര്യങ്ങളും ചെയ്യാന്നുള്ളത്. എനിക്ക് 3 പെൺകുട്ടികളാണ്. അപ്പോൾ എൻ്റെ വൈഫ് അവർ സ്കൂളിൽ ചെറുതായിരിക്കുമ്പോൾ ഇവരെ പഠിപ്പിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ അവരെ പഠിപ്പിച്ചു പോരുത്. അതിൻ്റെ കാരണം എന്താ അറിയോ? ഞങ്ങൾ മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ അറിയില്ല. കാരണം നമുക്കൊരു സ്കൂളിൽ ടീച്ചറായിട്ട് അഡ്മിഷൻ കിട്ടുമോ മാതാപിതാക്കൾക്ക്? ഇല്ലല്ലോ. നമ്മൾ പല ഫീൽഡിൽ വേറെ പല കാര്യങ്ങളല്ലേ. അപ്പം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള, വളരെ നൂതനമായിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. അത് നിർവഹിക്കാനായിട്ട് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകർക്കേ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താ അറിയോ? കുറേ കാര്യങ്ങൾ അങ്ങ് വിഴുങ്ങാനാണ്. കോക്രോച്ചിൻ്റെ സ്പെല്ലിങ്, ഇതൊക്കെയാണ് പലപ്പോഴും ചിലപ്പോൾ നഴ്സറി സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത്. നഴ്സറി സ്കൂളിൽ എന്തിനീ കോക്രോച്ചിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിപ്പിക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. നമ്മൾ കുട്ടികളെ കാണാപ്പാഠം പഠിക്കാനാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം മാതാപിതാക്കളുടെ, എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യരുത്. അവരുടെ പാട്ടിന് വിട്ടോളൂ. അവർ നല്ല സ്കൂളിലാണ് പോകുന്നത്, അവരെ സ്കൂളിൽ കറക്റ്റായിട്ടുള്ള രീതി പഠിക്കുക. അപ്പം ഈ കറക്റ്റായിട്ടുള്ള രീതി പഠിക്കുക എന്നുള്ളതാണ് സ്കൂളുകളിൽ ചെയ്യേണ്ടത്. അതായത് എങ്ങനെ പഠിക്കണം, നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും പലർക്കും അറിയാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് പഠിക്കേണ്ടത്. പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ കാണാപ്പാഠം പഠിച്ച് ഒരു എക്സാം പാസ്സാവാനായിട്ട് ഒരു കടലാസ് കഷ്ണത്തിൽ എഴുതി വെക്കുന്നതല്ല പഠനം എന്ന് പറയുന്നത്. ആ പഠനത്തിൽ ഒരു കാര്യവുമില്ല, അത് മുഴുവൻ നിങ്ങൾ മറന്നുപോകും. പക്ഷേ എങ്ങനെയാണ് ഈ പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കാര്യം പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കണക്ക് കൂട്ടേണ്ടത്, ആ കണക്ക് കൂട്ടിയതിൻ്റെ റിസൾട്ട് അല്ല, അത് എങ്ങനെ അതിലേക്ക് അച്ചീവ് ചെയ്തു, ആ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ആ അച്ചീവ് ചെയ്ത രീതികൾ പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ബുദ്ധി ആ രീതിയിൽ വികസിക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ പഠിക്കുന്ന ആ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റ് മാത്രമല്ല, ആ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നടന്നത്, ആ ടെക്സ്റ്റ് ബുക്കിലുള്ള രീതികൾ എന്താണ്, ഈ കാര്യങ്ങളിലേക്ക് പഠിക്കുമ്പോഴാണ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബുദ്ധി വികസിക്കുന്നത്, അത് വലുതായിട്ട് വരുന്നത്. അപ്പം ഈ രീതിയിലുള്ള പഠനമാണ് സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഈ രീതിയിൽ നമ്മൾ മാതാപിതാക്കളാണെങ്കിലും ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു അച്ചീവ്മെൻ്റ് പറ്റുള്ളൂ.
പിന്നെ വേറൊരു പ്രശ്നം നമ്മൾ കുട്ടികൾക്കുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ മാതാപിതാക്കൾക്ക് പലപ്പോഴും നമ്മൾ ഒരു ആഗ്രഹം ഉണ്ടാവും, ഇവനെ എനിക്ക് ഡോക്ടറാക്കണം, അല്ലെങ്കിൽ ഇവനെ നമുക്ക് എൻജിനീയർ ആക്കണം. ഈ പണ്ടാര് പറഞ്ഞ മാതിരി ഓരോ കുട്ടിയും ഓരോ രീതിയിലാണ്. ഓരോ കുട്ടികളുടെയും താല്പര്യം പല രീതികളിലായിരിക്കും. അപ്പൊ മാതാപിതാക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ആ കുട്ടിയെ ഇന്നതാക്കണം എന്ന് കുട്ടിയെടുത്ത് പറയരുത് ദയവേത്. ആ കുട്ടിയെ ഡോക്ടറാക്കണമെന്നോ എൻജിനീയർ ആക്കണമെന്നോ ഒന്നും വാശി പിടിക്കരുത്. ഈ കുട്ടിയുടെ താല്പര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് ആ കുട്ടിയെ ആ താല്പര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും ഷൈൻ ചെയ്യാൻ പറ്റും. ഡോക്ടറും എൻജിനീയറും മാത്രമൊന്നുമല്ല ഷൈൻ ചെയ്യുന്നത്. പണ്ടൊക്കെ 2 കോഴ്സേ നോക്കിയിരുന്നുള്ളൂ, ഡോക്ടറും എൻജിനീയറും. ഇപ്പം ഈ ഡോക്ടർമാരാവാനും എൻജിനീയർമാരാവാനും ആർക്കും താല്പര്യമൊന്നുമല്ല. ഇന്നത്തെ ജീവിത രീതികളും ഇന്നത്തെ കോഴ്സുകളും വളരെയധികം വൈവിധ്യപരന്ന ഒരു കോഴ്സുകളാണ്, വളരെയധികം ഇതായിട്ടുള്ള കോഴ്സുകളാണ്. അപ്പം നിങ്ങൾ കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നിങ്ങൾ ചെയ്യരുത്. ഇഷ്ടമല്ലാത്ത ഒരു ജീവിത രീതിയിലേക്ക് നിങ്ങൾ പോകരുത്. അതായത് എപ്പോഴും നമ്മൾ സക്സസ്ഫുൾ ആവുന്നത് നമുക്ക് ഇഷ്ടമുള്ള ജോലി നമ്മൾ ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്കിപ്പോൾ നേരത്തെ പറഞ്ഞ ഫോട്ടോഗ്രാഫിയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോഗ്രാഫി എടുത്ത് ആ ഫീൽഡിലേക്ക് എക്സെൽ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് നടനമാണ് ഇഷ്ടമെങ്കിൽ, നടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമാണ് ഇഷ്ടമെങ്കിൽ, നിങ്ങൾക്ക് ടീച്ചിങ് ആണ് ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും, ആ ടീച്ചിങ്ങിലേക്ക് പോവുക. കാരണം എന്താണെന്നറിയോ, നമ്മൾ പലപ്പോഴും ഒരു ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. അതായത് ജീവിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതാകരുത് ഒരിക്കലും. ജീവിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കാനുള്ള ജോലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ആ ജോലിയോടുള്ള ഭാരം കൂടുകയുള്ളൂ. ഞാൻ സർജറി ചെയ്യും, രാവിലെ മുതൽ വൈകുന്നേരം വരെ സർജറി ചെയ്യായിരുന്നു. അതായത് ചില സ്ഥലങ്ങളിൽ ഞാൻ ലോകം മുഴുവൻ ഓടി നടന്ന് സർജറി ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പം അത്രയധികം പോകുന്നില്ല. പക്ഷെ എന്നാലും ഒരു ദിവസം തന്നെ 3 രാജ്യങ്ങളിലായിട്ട് സർജറി ചെയ്ത സമയമുണ്ട്. പക്ഷെ ഞാൻ പോയിട്ട് സർജറി ചെയ്താൽ എൻ്റെ കൂടെ കുറേ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. ഇന്നും എൻ്റെ കൂടെ 50ഓളം ഗൈനക്കോളജിസ്റ്റുകൾ എൻ്റെ കൂടെ പല സ്ഥലങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അന്ന് ദുബായിൽ നിന്ന് സർജറി ചെയ്ത് നേരെ ബഹറിൽ പോകും. ബഹറിനും സർജറി ചെയ്ത് ഒമാനിൽ വരും. ഒമാനിൽ സർജറി ചെയ്ത് തിരിച്ച് ദുബായിൽ എൻ്റെ വീട്ടിൽ വരും. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ആഫ്രിക്കയിൽ പോകും, സൗത്ത് ആഫ്രിക്കയിൽ പോകും. അങ്ങനെ സർജറി ചെയ്ത് നടന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കും, ഞാനന്ന് ഇവിടുന്ന് ചെല്ലുമ്പോൾ ദുബായിൽ ആഴ്ചയിൽ 2 തവണ പോയിരുന്നു. എയർപോർട്ടിലെത്തുമ്പം അനസ്തെറ്റിസ്റ്റ് വിളിക്കും, അനസ്തീഷ്യ കൊടുത്തോട്ടെ എന്ന്. അപ്പം ഞാൻ പറയും, ഞാൻ ഇമിഗ്രേഷൻ ഒന്ന് ക്രോസ് ചെയ്തോട്ടെ എന്നിട്ട് കൊടുത്താൽ മതി എന്ന്. അപ്പം അതുപോലെ നമ്മൾ ജോലി ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പലരും എൻ്റെ അടുത്ത് ചോദിക്കും, ഡോക്ടർ എന്തിനാ ഇങ്ങനെ ജോലി ചെയ്യുന്നത്? അത് നമ്മൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. നമുക്ക് ആ ജോലി ചെയ്യാൻ, അതായത് ഈ സർജറി ചെയ്യാനുള്ള ആ ഒരു ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ ഏറ്റെടുത്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ജോലി ചെയ്യാനും എനിക്ക് ആ ഒരു ഫീൽഡിൽ എക്സൽ ചെയ്യാനും പറ്റിയത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലി നിങ്ങളുടെ മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ട് ആ ജോലിയിലേക്ക് പോയി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങളത് റിഗ്രറ്റ് ചെയ്ത് ആ ഒരു ജോലിയിൽ സ്റ്റക്കായി അവിടെ തന്നെ നിൽക്കും. ആ ജീവിതകാലം മുഴുവൻ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നൊരു രീതിയാണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇവിടെ ഞാൻ കാണുന്നത് പലരും പെൺകുട്ടികളാണ്. നമ്മളുടെ ഇന്നത്തെ നാട്ടിൽ എനിക്ക് 3 പെൺകുട്ടികളാണ്. 2 പേര് ഗൈനക്കോളജിസ്റ്റാണ്, എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്നത്. ഒരാൾ ഫൈനാൻസ് പഠിച്ച്, സിംഗപ്പൂരിൽ നിന്ന് ഫൈനാൻസ് പഠിച്ച് അവർ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷനും ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റും ഒക്കെ നോക്കുന്ന ആളാണ്. അപ്പോൾ ഒരിക്കലും പെൺകുട്ടികളായതുകൊണ്ട് നിങ്ങൾ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്ന് യാതൊരു ശാഠ്യവും പിടിക്കാൻ പാടില്ല. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രൊഫഷനും നിങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അതെല്ലാവരുടെ അഭിപ്രായം അങ്ങനെ തന്നെ ആവണമെന്നില്ല, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏത് തരത്തിലുള്ള പ്രൊഫഷൻ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കിഷ്ടമുള്ള പ്രൊഫഷൻ മാത്രം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾ വളർന്നു കഴിഞ്ഞാൽ, അതായത് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത്രയും നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമില്ല. അത് മാത്രമല്ല,
കൂടുതലായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാനും പറ്റും, അത് സന്തോഷമായിട്ട് ജോലി ചെയ്യാൻ പറ്റും. മറ്റേത് ആൾക്കാരെങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് ജോലിക്ക് ചേർന്നിട്ട് വേണം ഒരു ലീവ് എടുക്കാൻ എന്നുള്ള സിറ്റുവേഷനിലാണ്. കാരണം എന്താ വെച്ചാൽ ഈ ജോലി ചെയ്യുന്ന ജോലിയോടൊരു ഇഷ്ടമില്ല, അതിനോടൊരു കൂറില്ല, അതിൽ നിന്ന് നിങ്ങൾ എക്സെൽ ചെയ്യാനും പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്നെ ഷേപ്പ് ചെയ്തതും എൻ്റെ കുടുംബത്തെ ഷേപ്പ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത്. അത് ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിരുത്തി ഓർത്തോളൂ, അത് നിങ്ങൾക്കും ഡെഫിനറ്റായിട്ടും ഉപകാരപ്രദമാവും. സോ താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു ഫംഗ്ഷന് വേണ്ടി എന്നെ വിളിക്കുകയും ഇങ്ങനെ ഒരു സാഹചര്യം എനിക്ക് തന്നതിലും എല്ലാവരോടും നന്ദിയുണ്ട്. അസ്സലാമു അലൈക്കും. Thank you so much, sir, for your invaluable insights and for gracing us with your presence. Your words will surely inspire all of us to strive for